പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യൻ, അവന്റെ പേര് പീറ്റർ. ലോകത്തിൽ യാതൊന്നിന്റെ ഭംഗിയും അവൻ അറിഞ്ഞുകൂടാ. അവന്റെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ, എന്തിനധികം അവന്റെ മുഖം തന്നെ അവൻ കണ്ടിട്ടില്ല. ലോകത്തിൽ ഭംഗിയുള്ള എന്തെല്ലാം വസ്തുക്കളുണ്ട്! നല്ല മനോഹരമായ പുഷ്പങ്ങൾ, ചെടികൾ, വൃക്ഷങ്ങൾ, സസ്യലതാദികൾ, സൂര്യചന്ദ്രൻ, നക്ഷത്രങ്ങൾ, അങ്ങനെ ആകർഷണങ്ങളായ അനേക വസ്തുക്കൾ. ഇവയെല്ലാം എങ്ങനെ ഇരിക്കുന്നു എന്ന് പോലും പീറ്ററിന് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ പീറ്റർ വളർന്നു വലുതായി, വിവാഹം കഴിച്ചു. അവർക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായി. ഇവരെ ആരെയും കണ്ടിട്ടില്ലെങ്കിലും അവരെ സ്നേഹിക്കുവാനുള്ളൊരു ഹൃദയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ പീറ്റർ ഭാര്യയും കുട്ടികളും ഒക്കെയായി സന്തോഷമായി ജീവിച്ചു വരവേ പ്രസക്തനായ ഒരു കണ്ണ് ഡോക്ടർ ആ നാട്ടിൽ വരുന്നതിനിടയായി. പീറ്റർ അദ്ദേഹത്തെ പോയി കണ്ടു. ഡോക്ടർ പരിശോധിച്ചിട്ട് ഒരു ശസ്ത്രക്രിയ നടത്തിയാൽ പീറ്ററിന് കാഴ്ച കിട്ടുമെന്ന് പറഞ്ഞു. ഉടനെ അവർ ഓപ്പറേഷന് വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തു. അങ്ങനെ ഓപ്പറേഷൻ വിജയിച്ചു. അദ്ദേഹത്തിന് കാഴ്ച ലഭിച്ചു. പീറ്ററിന്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി അവന്റെ ഭാര്യയുടെ മുഖം അവൻ കണ്ടു. മക്കളെ കണ്ട് കോരിയെടുത്ത് ഉമ്മ വെച്ചു. അതിനിടയിൽ അവൻ അന്വേഷിച്ചു കൊണ്ടിരുന്നത് തനിക്ക് കാഴ്ച നൽകിയ ഡോക്ടർ എവിടെ എന്നായിരുന്നു. തന്റെ ഈ സന്തോഷത്തിന് എല്ലാം കാരണക്കാരൻ ഡോക്ടറാണെന്ന് അവൻ അറിയാമായിരുന്നു. പ്രിയരെ, നാം പലപ്പോഴും ദൈവം ചെയ്ത നന്മകളിൽ സന്തോഷിക്കുന്നവരാണ്. എന്നാൽ നന്മ ചെയ്ത ദൈവത്തെ നന്ദിയോടെ ഓർക്കാറുണ്ടോ? ദൈവം തന്റെ ജനത്തിന്റെ സന്തോഷത്തെ മാറ്റുമ്പോൾ അവരുടെ ആനന്ദം ദാനത്തിലല്ല, പിന്നെയോ ദാതാവിലായിരിക്കണമെന്നാണ് ഡേവിഡ് ഡിക്സൺ പറഞ്ഞിരിക്കുന്നത്. അങ്ങെങ്കിൽ നന്മ ചെയ്തവരെ ഓർക്കുക. അത് സർവശക്തനായ കർത്താവിൽ നിന്ന് നാം നന്മ അനുഭവിക്കുമ്പോൾ നന്ദിയോടെ ഓരോ നിമിഷങ്ങളിലും ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് കർത്താവിന് നന്ദി അർപ്പിക്കുവാൻ ഇടയാകട്ടെ.